എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രാഹുൽ വർഗീസ് പടാശ്ശേരി. ഇന്ന് ഇത് ഗോദയല്ല, ഇത് ഡെസേർട്ട് സ്ട്രോം. കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിന്നർ റെക്സ് വേഴ്സസ് കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആദി. കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ ആനുവലായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ വർഷം ഹാർലി കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിൻ ചെയ്ത് ഫസ്റ്റ് എവർ ചാമ്പ്യനായിട്ടുള്ള വിന്നി തന്നെ തോൽപ്പിച്ച് കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യനായി. ഇതാ ആ ചരിത്രം വീണ്ടും രചിക്കാനായി ഇതാ റെക്സ് ഇന്ന് പരിശ്രമിക്കുകയാണ്. 2024 കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിന്നർ റെക്സ് വേഴ്സസ് കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആദി. ഇതാ റെഫറിൻ്റെ ബിൽ നോക്കി ഇതാ ബെൽ അടിച്ച് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കോർണർ ബോട്ട് ഐ പി കൂടെ ഈ മാച്ച് ഇതാ മുന്നേറുന്നു. ഇതാ റെക്സിൻ്റെ ഒരു മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. കോർണർ ബോട്ട് ഐ പി കൂടെ ഇതാ കോർണറിലേക്ക് റെക്സിന് ഒരു ചെറിയൊരു ഷോപ്പ്. ഞാൻ നിന്നേക്കാളും മുൻപന്തിയിലാണ് എന്ന് ഹാർലിയെ കാണിച്ചിരുന്നു. ചലഞ്ച് ചെയ്യുന്നു, വീണ്ടും ഒരു കോർണർ എൽബോ ടൈപ്പിനായിട്ട് ലോക്കപ്പ് നടത്തുന്നത് വീണ്ടും കോർണർ എൽബോ ടൈപ്പ് തന്നെയാണ്. അത് റിസ്റ്റ് ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ചെയിൻ റെസ്ലിംഗ്. ഇതാ വീണ്ടും ഹാർലി അതൊരു റിസ്റ്റ് ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ചെയിൻ റെസ്ലിംഗ് ആണ് രണ്ട് റെസ്ലേഴ്സും കാഴ്ചവെക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹാർലി കഴിഞ്ഞ വർഷം വിനീത് ആൻ്റണിയെ തോൽപ്പിച്ചത് കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിൻ ചെയ്തുകൊണ്ടാണ്. റെക്സ് 3 റെസ്ലേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് ജയിച്ചത്. ഇതാ ഒരു പെർഫെക്റ്റ് മാട്രസ്. ഓ വാവ്, ഗുഡ് ഹരിക്കൻ റാനിങ് ആൻഡ് വൺ കൗണ്ടിൽ കൂടെ ഇതാ റെക്സ് ഈ മാച്ചിൽ നിലനിൽക്കുന്നു. ഇതൊരു പെർഫെക്റ്റ് സൂപ്പർ പ്ലെക്സ്. ആദിയുടെ മുന്നേറ്റമാണ്. നമ്മൾ ആദിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഒരു പ്രോ റെസ്ലിംഗിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു റെസ്ലറാണ് ആദി. ഇതൊരു പെർഫെക്റ്റ് ബോഡി സ്ലാം ചെയ്തുകൊണ്ട് ഇതാ ഒരു പിന്നിങ് അറ്റംപ്റ്റ്, വീണ്ടും ജസ്റ്റ് വൺ കൗണ്ടിൽ കൂടെ റെക്സ് വീണ്ടും ഈ മാച്ചിൽ വരുന്നു. റെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെക്സ് നമ്മൾ റാൻകോർ പ്രോ റെസ്ലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, റെസ്ലിംഗ് ന്യൂസ് മലയാളം എന്ന ചാനലിൽ കൂടെ നമ്മൾ റാൻകോർ പ്രോ റെസ്ലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ കുറച്ചധികം ട്രെയിനീസ് അന്ന് റാൻകോറിൽ ജോയിൻ ചെയ്യാൻ വന്നിരുന്നു. അതിനുള്ള ഒരു വ്യക്തിയാണ് റെക്സ്. ഇപ്പോൾ ഒരു ക്രോസ് ബോഡി ജസ്റ്റ് വൺ കൗണ്ട്, അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കാനായിട്ട് റെക്സ് വിസമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പെർസിവിയറൻസ്, അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്. റാൻകോർ പ്രോ റെസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയുള്ള ആദ്യത്തെ ബാച്ച് ഓഫ് റെസ്ലേഴ്സ് ട്രെയിനീസായിട്ട് വന്നത്. നമ്മൾ ആദ്യത്തെ മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഹരിദാസുമായിട്ടും വിനീത് ആൻ്റണിയുമായിട്ടും പല ആദ്യത്തെ കുറേ റെസ്ലിംഗ് മാച്ചസ് നമ്മൾ പെർഫെക്റ്റ് ക്രോസ് ബോഡി 1 2 ജസ്റ്റ് 2 കൗണ്ട്. ഇത് റെക്സ് വീണ്ടും ആദിയുടെ മുന്നേറ്റങ്ങളെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് ഇതാ മാച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാച്ച് മുന്നോട്ട് പോകുകയാണ് റെക്സിൻ്റെ വക. കാരണം കഴിഞ്ഞ കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റിൽ എഡ്വിനെ നിഷ്പ്രയാസം ഒരു ഷോക്കിംഗ് സർപ്രൈസ് ആയിരുന്നു. രണ്ട് റെസ്ലേഴ്സ് അത്യാവശ്യം നല്ലപോലെ ട്രെയിൻ ചെയ്തിട്ടുള്ള രണ്ട് റെസ്ലേഴ്സ് ഒരു ക്ലാസിക് മാച്ച് പ്രതീക്ഷിച്ചത് നിഷ്പ്രയാസം. ഇതാ ഒരു പിന്നിങ് അറ്റം ബോളിംഗ് 2 കൗണ്ടി കൂടെ ഇതാ മാച്ച് മുന്നേറുന്നു. ഇതാ പെട്ടെന്ന് തന്നെ ഒരു റെക്സിൻ്റെ ഒരു മുന്നേറ്റം. ഇതാ സ്പ്രിംഗ് നെക്ക് ബ്രേക്കർ 1 2 ജസ്റ്റ് വാസ് സോ ക്ലോസ്. ആദിയുടെ ടൈറ്റിൽ ഡിഫൻസ്, കഴിഞ്ഞ ലാസ്റ്റത്തെ ടൈറ്റിൽ ഡിഫൻസ് ഇതുപോലെ രണ്ട് റെസ്ലേഴ്സിന് ലാസ്റ്റ് മാച്ച് ഭയങ്കര ഷോർട്ട് മാച്ചസ് ആയിരുന്നു. ഇതൊരു ഫേസ് ഫസ്റ്റിൽ നിന്ന് ജസ്റ്റ് വൺ കൗണ്ട് അടിച്ചുകൊണ്ട് ഈ മാച്ച് ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് റെസ്ലേഴ്സിൻ്റെ ലാസ്റ്റ് മാച്ച് അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഷോർട്ട് മാച്ചസ് ആയിരുന്നു. ഇതൊരു സ്റ്റോം. റെക്സ് ഇതാ സ്റ്റോം ചെയ്തിരിക്കുകയാണ്. 1 2 3. The dream, the hard work pays off. 3-4 റാൻകോർ അനൗൺസ് ചെയ്തിട്ടുള്ള ആ കാലം തുടങ്ങിയിട്ട് റാൻകോറിൻ്റെ കൂടെ നിന്ന് പരിശീലിച്ച് ട്രെയിൻ ചെയ്ത റെക്സ് ഇതാ കേരളത്തിൻ്റെ പ്രോ റെസ്ലിംഗിൻ്റെ ഫേസ് ആയിരിക്കുകയാണ് ഇപ്പോൾ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ.
2024 King of Malabar tournament winner again rewrites the history. Kerala heavyweight champion Rex, hardcore king Rex ആണ് ഇപ്പോൾ കേരള ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുന്നത്. സെക്കൻഡ് എവർ ചാമ്പ്യൻ ആയിട്ടുള്ള ഹാർലി വേഗനെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ റെക്സ് ദ തേർഡ് കേരള ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുന്നു. അത് പെർഫെക്റ്റ് കുറച്ച് റീപ്ലേസ് ആണ്. പെർഫെക്റ്റ് ഹെറിക്കൻ റാനെ ഫ്രം ഹാർലി വേഗൻ. എനിക്ക് പറയാം, നമ്മൾ റെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെക്സ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത്, നമ്മൾ പെർസിവിയർ ചെയ്ത്, നമ്മൾ നമ്മുടെ പാഷന് വേണ്ടി പിന്തുടർന്ന് വീണ്ടും വീണ്ടും നമ്മൾ തോറ്റുപോയിട്ടുണ്ടെങ്കിലും വീണ്ടും നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് എത്ര ടൈം എടുത്താലും നമ്മൾ എത്തിപ്പെടും എന്നുള്ളതിനുള്ള പ്രഥമ ഉദാഹരണമാണ് റെക്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റാൻകോർപ്പ് റെസ്ലിംഗ് എന്ന് റെസ്ലിംഗ് ന്യൂസ് മലയാളത്തിൽ അനൗൺസ് ചെയ്തു, അന്ന് തുടങ്ങി അദ്ദേഹത്തിന് ഒരു റെസ്ലർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് റാൻകോറിൽ പഠിക്കാൻ വന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇതാ കേരളത്തിൻ്റെ പ്രോ റെസ്ലിങ്ങിൻ്റെ ഫേസ് ആയിരിക്കുന്നു. ഇതാ ഫൈനൽ മൂമെൻറ്റ്സിൽ ആ സ്റ്റോംപ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഹാർലി വേഗനെ തോൽപ്പിച്ച് ഇതാ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ, കേരളത്തിൻ്റെ സ്വന്തം ചാമ്പ്യൻഷിപ്പായിട്ടുള്ള പ്രോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പായിട്ടുള്ള കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇതാ ജയിച്ചിരിക്കുകയാണ്. ഡെസേർട്ട് സ്ട്രോം ഇതാ അവസാനിക്കുന്നു. ചരിത്രം വീണ്ടും രചിച്ചിരിക്കുന്നു. കിങ് ഓഫ് മലബാർ ടൂർണമെന്റ് ഇതാ വിന്നർ ഇതാ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുന്നു. യുവർ തേർഡ് എവർ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ റെക്സ്, ദി ഹാർഡ് കോർ കിങ്. ഇനി റെക്സിന്റെ യുഗം. റെക്സ് ആണ് കേരളത്തിന്റെ ഫേസ്. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്. ഹാപ്പി പ്രോ റെസ്ലിംഗ്.